ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ച് ഓളികൾക്ക് ബോധം വന്നത് ഉച്ചക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊക്കെ രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജയം കോള് ഇന്നലെ രാത്രിയോട് തന്നെ അറ്റാച്ച്മെൻറ്റ് ഓർഡർ, അല്ല പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഓർഡർ പുതുക്കി നിശ്ചയിച്ചത്. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരുടെ ഗ്രൂപ്പുകളിൽ ആ കാര്യങ്ങൾ ചർച്ചയാവുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈക്കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെയാണ് ചില ആൾക്കാർ, ലേഡി ലീഡേഴ്സ് ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഇവരൊന്നും ഹൈക്കോടതിയുടെ ഉത്തരവൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഇവർ ആകെ കേട്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ വലിയ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മളെവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. അവൻ്റെ ഒന്നും ഇന്നൊരു അഡ്രസ്സും ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമയബന്ധിതമായിട്ട് ഈ കമ്പനിയെ പൂട്ടിക്കെട്ടുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ എന്ന് ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇന്നലെ ഇവർക്ക് ഒരു വിധത്തിലുള്ള ഇളവുകളും നൽകാതെ ഇന്നലെ രാത്രിയോട് തന്നെ സഞ്ജയം കോള് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ അതിൻ്റെ കോപ്പി അയക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുകാർ അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി കാണാനുള്ളത് ഇവരുടെ കരച്ചിലുകളാണ്. അതിൽ ഇന്ന് ഒരാളുടെ കരച്ചിൽ കണ്ടു, മൊണ്ണേഷ് പറയുന്നത് നമ്മളെല്ലാവരും പാർട്ട്ണർമാരാണ്, നമ്മളെല്ലാവരും എല്ലാവരും തന്നെ സെയിം പ്ലാനാണ്, ആരും തന്നെ വലുതോ ചെറുതോ ഇല്ല എന്നാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരുപാട് പാവങ്ങളുടെ ലോൺ എടുത്തിട്ടും മക്കളെ കെട്ടിക്കാൻ വെച്ചതും വാർദ്ധക്യകാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതും സ്ഥലം വിറ്റതും ഒക്കെ ആയിട്ടുള്ള പണം, ഇങ്ങനെ ഒരു പണം വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ 3 ഇരട്ടിയാക്കി തരാം, നമുക്ക് തരൂ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ പൈസ തേച്ചും കട്ടുകൊണ്ട് പോയ ആൾക്കാരാണ് ലീഡർമാർ. എന്നാൽ നിങ്ങൾ ഈ ഒരു വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ അവർ നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് അവർക്കെതിരെ കേസുകൾ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബെച്ചു സാറിൻ്റെ ബെഞ്ചിൽ നിന്നുണ്ടായ വിധി എന്ന് പറയുന്നത് ഇവരിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളതാണ്. CBIയുടെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാതിരിക്കാനുള്ള അതിബുദ്ധിയാണ് ഇവരുടേത് എന്ന് തിരിച്ചറിഞ്ഞ ദിവസം അദ്ദേഹം ഓർഡർ ഇട്ടു. ഈ കമ്പനിക്കെതിരെയും ഇതിൽ പ്രവർത്തിച്ചവർക്കെതിരെയും പരാതി ഉണ്ടെങ്കിൽ പോലീസിന് കേസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകുക മാത്രമാണ് ഒരു വഴി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇവരുടെ വാക്ക് കേട്ടിട്ട് കാത്തിരിക്കുന്നതാണെങ്കിൽ 7 മാസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ എണ്ണി നോക്കുക. 7 മാസം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് 1 രൂപ ഇവർ തിരിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ വീടുകൾ ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുന്നു, പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, വണ്ടികളൊക്കെ പിടിച്ചെടുക്കുമെന്ന് ഭയത്താൽ മറ്റ് ആൾക്കാരുടെ പേരിൽ മാറ്റി രജിസ്റ്റർ ചെയ്യുന്നു. HR ഇന്നോവേഷനിൽ കോടികൾ നിക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ കേസിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങാൻ ഓടി നടന്ന സമയം ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനം എടുത്തിട്ട് പാവപ്പെട്ട നിക്ഷേപകരെ സങ്കടത്തിലാണോ, അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയുണ്ടോ,
അവരുടെ കുട്ടികൾക്ക് ഫീസ് അടക്കാനുള്ളതുണ്ടോ, അവരുടെ ആർക്കെങ്കിലും EMI മുടങ്ങിയിട്ടുണ്ടോ, അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് പരിശോധിക്കണമായിരുന്നു. പക്ഷേങ്കിൽ ഇവർ 10 വർഷം റോയാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് HR ഇന്നവേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ചില ലീഡർമാർ ജിനിൽ പറഞ്ഞ പോലെ ചില ലീഡർമാർ കേസിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയിട്ട് എറണാകുളത്ത് തമ്പടിച്ച് അർമാദിക്കുകയാണ്. അവിടെ അവർ പല പരിപാടികളും ചെയ്യുകയാണ്. പിന്നെ ചിലർ അഴിമതി കാട്ടിക്കൂട്ടുന്നു. രാഷ്ട്രീയക്കാർക്ക് ആർക്ക് കൊടുത്താലാണ് ഈ ഇതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് പലരെയും കണ്ട് കോടികൾ അവർക്ക് കൈക്കൂലിയായിട്ട് നൽകുന്നു. ജാർഖണ്ഡിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കോടിക്കണക്കിന് രൂപ കൊണ്ടിടുന്നു, അത് ഫ്രീസ് ചെയ്യുന്നു. അതേസമയം ഇവർ അടുത്തുള്ള അല്ലെങ്കിൽ തീരെ ഇത് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഇവർ പരിഗണിച്ചതേയില്ല. ഇവരവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സൂം മീറ്റിങ്ങും ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളും. ഞാൻ ഇന്ന് ശ്രീന മാഡത്തോട് 5 മിനിറ്റ് 5 സെക്കൻഡ് സംസാരിച്ചു, ഫുൾ പോസിറ്റീവാണ്, ഫുൾ ചാർജാണ്, ഫുൾ പോസിറ്റീവാണ്, നമ്മുടെ കമ്പനി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ പറയുമോ കമ്പനി പൂട്ടിപ്പോയി എന്ന് അവർ പറയുമോ? അവരോട് പറയും പോയിട്ട് നീ വക്കീലിന് 15 ലക്ഷം കൊടുക്കാണ്ട്, പോയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ 20 ലക്ഷം, 5 ലക്ഷം എനിക്കുള്ള ചിലവും 15 ലക്ഷം വക്കീലിൻ്റെ ഫീസും എടുത്തിട്ട് വാന്ന് പറയും. ഓ ഏമാനെ ശരി ശരി മാടെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോകും. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആ സ്ത്രീക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നാണ്. അവരുടെ പേരിലുള്ള എല്ലാ വസ്തുക്കളും മറ്റുള്ള ബിനാമികളുടെ പേരിലേക്ക് മാറ്റി അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പറയാനാണെങ്കിൽ ഈ കഷ്ടകാലത്തിന് അവരുടെ വീട്ടിലെ പട്ടിയും പ്രസവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പട്ടിയെ വിറ്റിട്ടാണെങ്കിലും അവർ ജീവിച്ചോളും. പക്ഷേങ്കിൽ പാവപ്പെട്ട ഇപ്പോഴും നമ്മൾ ചില വോയിസൊക്കെ കേൾക്കുമ്പം എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണ് ഇവരോട് ഇത്രയും വെറുപ്പ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ടവരെ പലതും പറഞ്ഞ് പറ്റിച്ച് അവർക്ക് ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അവസരം കളഞ്ഞു വിളിക്കുന്ന ഈ അവർക്ക് വേണ്ടിയിട്ട് അവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുക. ഒന്നുകിൽ കേസിടുക, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യില്ല, അവരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും FIR ഇടുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ FIR ഇടുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് സഞ്ജീവ് കൗളിനെ കാണാൻ ശ്രമിക്കുക. തിരുവനന്തപുരത്ത് പോയിട്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം? അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു വെള്ള കടലാസിൽ ഇന്നയാളെ എൻ്റെ ഇത്ര ഒരു ഹൈറച്ചിൽ നിക്ഷേപിച്ച് പറ്റിച്ചു, എനിക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള പൈസയും ലഭിക്കുന്നില്ല, എനിക്ക് അതിൽ നിക്ഷേപിച്ച പണം തിരികെ തരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ബൈ.